നമ്മൾക്ക് അവർ ചോദിക്കുന്ന ഫണ്ട് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ റെസീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതൊന്നും ചോദിക്കാൻ പാടില്ല. ഈ അനധികൃത പിരിവിനെതിരെ ശബ്ദിച്ചതാണ് ഈ മുഹമ്മദ് റാഫിക്ക് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പണിയെടുക്കണ്ടേ, വേറെ പണിയില്ലല്ലോ, അതുകൊണ്ട് സഹിക്കണം എന്നോട് പറഞ്ഞത്. ഇവരുടെ ഈ കൊച്ചിയിലെ യൂണിയനിൽ കയറി കഴിഞ്ഞാല് അവര് പറയുന്ന കേൾക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കില്ല. ഇവർ ഒരു പണിയെടുക്കാത്ത ആൾക്കാർ, തൊഴിലാളികൾക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പണിയെടുക്കാത്ത ആൾക്കാർ വെറുതെ പൈസ മേടിച്ചിട്ട്. നമസ്കാരം. CITUക്കാർ ചോദിച്ച പിരിവ് നൽകാതിരുന്ന പെട്രോൾ പമ്പുടമയുടെ പെട്രോൾ ടാങ്കർ ലോറി പെട്രോൾ സംഭരണശാലയിലേക്ക് കടത്തിവിടാതിരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിൽ പ്രവർത്തിക്കുന്ന സംഭരണശാലയിലേക്കാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അശ്വിൻ്റെ പെട്രോൾ ടാങ്കർ ലോറി കടത്തിവിടാതിരുന്നത്. ഇത് വാർത്തയായതോടുകൂടി വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ CITU നേതാക്കന്മാർക്കെതിരെ ഉയരുന്നത്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റാഫിയാണ് പുതിയൊരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ അനധികൃത പിരിവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് CITU നേതാക്കന്മാരുടെ ഭീഷണിയിൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ കാല് കുത്തിയാൽ കാല് വെട്ടിക്കളയും എന്ന ഭീഷണിയാണ് CITU നേതാക്കന്മാർ മുഴക്കിയത്. ഈ CITU നേതാക്കന്മാർക്ക് ഒത്താശ ചെയ്യുന്നത് കൊച്ചി MLA KJ മാക്സി ആണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പലവട്ടം KJ മാക്സിയുമായി ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഈ അനധികൃത പിരിവിനെതിരെ ശബ്ദിച്ചതാണ് ഈ മുഹമ്മദ് റാഫിക്ക് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നത്. നായര പെട്രോൾ പമ്പിൻ്റെ ടാങ്കർ ലോറി ഡ്രൈവറായിരുന്നു മുഹമ്മദ് റാഫി. 2 വർഷം മുമ്പാണ് CITU നേതാക്കന്മാരുടെ ഭീഷണി മുഹമ്മദ് റാഫിക്ക് ലഭിച്ചത്. കൊച്ചിയിൽ കാല് കുത്തിയാൽ കാല് വെട്ടിക്കളയുമെന്ന് പറഞ്ഞതോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലേക്ക് വരാതിരിക്കുന്നത്. നിരവധി പരാതികൾ സർക്കാർ തലത്തിലേക്ക് കൊടുത്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നും മുഹമ്മദ് റാഫി ആരോപിക്കുന്നുണ്ട്. എന്തായാലും മുഹമ്മദ് റാഫി ടെലിഫോൺ ലൈനിൽ മറുനാടിനൊപ്പം ചേരുകയാണ്. ഞാൻ കൊണ്ടോട്ടിയിൽ മുഹമ്മദ് റാഫി എന്നാണ്. ഞാൻ കൊച്ചിയിൽ ടാങ്കർ ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 3 വർഷത്തോളം ടാങ്കർ ഓടിച്ച വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് കൊച്ചിയിൽ ടാങ്കർ ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഒന്ന് പ്രശ്നത്തിലിരിക്കുന്ന യൂണിയൻ നേതാക്കള് കാരണം കൊച്ചിയിലെ ഒരു ഫില്ലിംഗ് സ്റ്റേഷനിലും, അതായത് HPC ആയാലും ശരി, IOC ആയാലും ശരി, DPC ആയാലും ശരി, നായർ ആയാലും ശരി, വരാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഇതാണ് ഇപ്പോൾ എനിക്ക് നേരിട്ട അവസ്ഥ. നിങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് തുടങ്ങുന്നത്? എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ യൂണിയനുണ്ട്. അപ്പൊ നമ്മളൊരു യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലാളികളുടെ കാര്യങ്ങൾ അംഗീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണല്ലോ. പക്ഷെ അവിടെ അതല്ല. അവരുടെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക. നമ്മൾക്ക് അവർ ചോദിക്കുന്ന ഫണ്ട് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ റെസീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതൊന്നും ചോദിക്കാൻ പാടില്ല. അവരുടെക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെന്ത് ചെയ്യുക, ഭീഷണിപ്പെടുത്തുക, നമ്മളെ അടിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വിഷയത്തിൽ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ചെറിയ വിഷയം വന്നാലും, നമുക്ക് ഡ്രൈവർക്ക് എന്തെങ്കിലും വിഷയം വന്നാലും ഇവർ പറയുന്ന കാര്യം, ഇനി മാക്സിനെ കണ്ടിട്ട് വണ്ടി കയറ്റിയാൽ മതി. MLA മാക്സിനെ കണ്ടിട്ട് വണ്ടി കയറ്റിയാൽ മതി. നമുക്ക് എന്തിനാണ് ഒരു പെട്രോളിയം നടക്കാൻ പോകുന്ന വണ്ടിക്ക് മാക്സി MLA പോയി കാണേണ്ട കാര്യം എന്തിനാണ്? നമുക്ക് അതിന്റെ കാര്യമില്ല. എന്നാലും നമ്മൾ പോയാൽ തന്നെ നമ്മൾ 1-2 ദിവസം അയാളുടെ ഓഫീസിലിരിക്കണം, എന്നാലും അയാളെ കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് നമ്മൾ ടൂർ പോകാൻ, നമ്മൾ ഇപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് ടൂർ പോകാനൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് കാശ് എടുക്കാം. അവർ പോയിട്ടുണ്ട് വേളാങ്കണ്ണിയിലേക്ക് ടൂർ. ഞാൻ അവിടെ പണിയെടുക്കുന്ന സമയത്ത് വേളാങ്കണ്ണി ടൂർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ സഞ്ചരിക്കുന്നത്, ഇവർ ഒരു പണിയെടുക്കാത്ത ആൾക്കാർ, തൊഴിലാളികൾക്കും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പണിയെടുക്കാത്ത ആൾക്കാർ വെറുതെ പൈസ മേടിച്ചിട്ട് അവർ ഓരോ സമയത്ത് വരാം, ഇത്ര പൈസ കൊടുക്കണം, കാശ് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ കാശ് മേടിച്ചിട്ട് അവരാരും പണിയെടുക്കുന്നില്ല. അവരൊക്കെ നല്ല കാറും അതുപോലെ തന്നെ ഡ്രൈവറൊക്കെ വെച്ച് പണി നടക്കുകയാണ്. ഇതിനൊന്നും നമ്മളൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെ നിരന്തരം ചൂഷണം ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അവർക്കിത് ഒന്ന് പ്രതികരിച്ചാൽ അവർ ഭീഷണിപ്പെടുത്തും, നമ്മളെ തല്ലും. എന്റെ കൺമുമ്പിൽ വെച്ചിട്ട് തല്ലിയ അനുഭവമുണ്ട്. ഇപ്പം പാണ്ടിക്കാട് ഭാഗത്തുള്ള ഒരു നസീബിന് അവരടിച്ചിട്ടുണ്ട്. ഇതേ വിഷയമായി ഞാനും എന്റെ കൂടെ റിലയൻസിലെ ഡ്രൈവറായിരുന്നു ജോജിനെ അടിച്ചിട്ടുണ്ട് അവര്. എന്നെ അവർക്ക് അടിക്കാൻ കിട്ടിയില്ല. എന്നെ കൊച്ചിയിൽ കണ്ടു ഞാൻ കാല് വെട്ടുമെന്നാണ് അവർ പറഞ്ഞത്. പണിയെടുക്കാൻ പറ്റാത്ത ഇത് കൊച്ചിയാണ്, ഇത് നിങ്ങൾ ഇവിടെ ഒന്ന് ഉണ്ടാക്കാൻ നിൽക്കണ്ട,
ഞങ്ങൾ പറയുന്നത് കേട്ട് ഇവിടുന്ന് നിറച്ച് പോകാൻ പറ്റുമെങ്കിൽ നിറച്ച് പോയാൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്താ ഇത്ര ദേഷ്യം? താങ്കളോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം എന്താ? എന്നോട് ദേഷ്യം ഞാൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു. ഇപ്പോൾ ഒരു പാർട്ടി ഫണ്ടിലേക്ക് പിരിവെന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നിലെ പാർട്ടി അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പാർട്ടിക്ക് കൊടുക്കണ റെസിപ്റ്റ് ഉണ്ടാവില്ലേ? റെസിപ്റ്റ് ഇല്ല, അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവർക്ക് എന്തൊരു കാര്യം വന്നാലും ശരി അപ്പോൾ പൈസ വേണം. പൈസ കൊടുത്തില്ലേ വണ്ടി അകത്ത് കയറ്റില്ല. ഇതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത് അകത്ത് കയറണോ വേണ്ട. ഇവർ തീരുമാനിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഇതേ സെയിം ചെന്നൈ സംഭവം. ഇവർ തീരുമാനിക്കും, ഇവര് വണ്ടി തടഞ്ഞിടുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളും അധ്വാനിച്ച പൈസ എടുത്തു കൊടുത്ത് വന്ന ചരിത്രം പറയേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേതൃമാറ്റം പറഞ്ഞു. പരാതി ഒന്നും കൊടുത്തിട്ടില്ല. പരാതി നമ്മൾ പോസ്റ്റൽ വഴിക്ക് അയച്ചത്. കാരണം നമുക്ക് സർക്കാർ റെസിപ്റ്റ് കഴിയില്ല. ഞാൻ പോസ്റ്റൽ വഴിക്ക് നമ്മുടെ തൊഴിൽ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിയന്റെ നമ്മുടെ ഇളമരം കരീം സാറിനെ അയച്ചിട്ടുണ്ട്. ഇളമരം കരീം സാറെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇളമരം കരീം സാറുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് നേതൃമാറ്റം ചേഞ്ച് ചെയ്യാനുള്ള യോഗം വിളിച്ചത്. ആ യോഗത്തിൽ ഞങ്ങൾ കൊടുത്ത തൊഴിലാളികളിൽ നിന്നും പണിയെടുക്കുന്ന തൊഴിലാളികളിൽ നിന്നും കൊടുത്ത ആൾക്കാരെ അംഗീകരിക്കാതെ അവരുടെ കുടുംബ വകയുള്ള ആൾക്കാർ, അതായത് മാക്സി MLA അനിയൻ, മാക്സി MLA അളിയൻ, അതുപോലെ തന്നെ അങ്ങനെ കുറെ ആൾക്കാർ മാത്രം അവരൊരു പാനൽ വന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ യോഗം ഇറങ്ങിപ്പോരുക ചെയ്തത്. ആ ഇറങ്ങിപ്പോയതിനു ശേഷമാണ് എനിക്ക് ഇത്രയും വെല്ലുവിളി ഉണ്ടായത്. കാരണം ഏറ്റവും കൂടുതൽ അതിനെ എതിർത്ത ആൾ ഞാനാണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്കിപ്പോൾ കൊച്ചിയിലെ പെട്രോളിയം മേഖലയിൽ വന്ന് പങ്കെടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അതും ഇവർ കാരണം കിട്ടിയതാണ്. എനിക്കുണ്ടായ ഇതേ അനുഭവം ഒരുപാട് വ്യക്തികൾക്കുണ്ട്. ആരും മിണ്ടാതെ നിൽക്കുകയാണ്. ഇന്നും നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ ആരും ഒരു ഡ്രൈവർമാരും അവർക്കെതിരെ പറയില്ല. കാരണം അവർക്ക് പേടിയാണ്, അവർക്ക് പണിയെടുക്കണം. എന്നോട് പറഞ്ഞതാ എന്തിനാ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പണിയെടുക്കണ്ടേ, വേറെ പണിയില്ലല്ലോ, അതുകൊണ്ട് സഹിക്കണം എന്ന് എന്നോട് പറഞ്ഞത്. അത്രയും മൃഗീയമായ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അവർക്ക് സിനിമയെ കണ്ടിട്ടുണ്ട് സാറേ. കാരണം കൊച്ചിയാണുള്ളത് അതേ ലെവലിലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നടക്കുള്ളൂ, അവർക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങളെ ഈ ഇന്റർവ്യൂ തരാനുള്ള കാരണം തന്നെ ഞാൻ അത്രത്തോളം അവിടെ നിന്ന് അനുഭവിച്ചിട്ട് ഇവിടെ മാസങ്ങളോളം പണിയില്ലാതെ നടന്നതാണ്. ഞാൻ നയര കമ്പനിയിൽ KL10 BD 3159 അലോഹ വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ഡ്രൈവറാണ്. അവിടെ നിങ്ങൾ ആരുടെ ചോദിച്ചാലും അറിയാൻ പറ്റും എൻ്റെ പേര് മുഹമ്മദ് റാഫിയാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CIT തൊഴിലാളികൾക്ക് അവിടെ എന്താണ് ജോലി? CIT തൊഴിലാളികൾക്ക് എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പാവപ്പെട്ട ഡ്രൈവർമാരുടെ അടുത്ത് നിന്ന് എങ്ങനെയും കാശുണ്ടാക്കി അവരുടെ പോക്കറ്റിലാക്കുക, അവർ തിരിച്ചു പോവുക. അവർ കുറച്ച് പണിക്കാരെ വെച്ചിട്ടുണ്ട്, കുറച്ച് വയസ്സായ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും പണിക്കാരെ ഒന്ന് മാറ്റിക്കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങൾക്ക് കിട്ടുന്ന കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ വണ്ടി തടയുമ്പോ ഈ കമ്പനിക്കാർക്ക് ഈ വണ്ടി അകത്ത് കയറ്റാൻ പറ്റത്തില്ല? കമ്പനിക്കാർ സാർമാർക്ക് പറഞ്ഞാലൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ. ഇവരെല്ലാരും കൂടി കയറിയിട്ട് ഒറ്റയടിക്ക് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അവിടെ ഉണ്ടായിരുന്നേ കുറച്ച് പേരുണ്ടായിരുന്നു, നല്ല യൂണിയൻ പ്രവർത്തനം ചെയ്തതിന് കുറച്ച് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ഇവർ യൂണിയനിൽ നിന്ന് ഒഴിവാക്കി. കാരണം അവർ തൊഴിലാളികൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ ഇവർ ഒഴിവാക്കിയിട്ട് ഇവരുടേതായ ആൾക്കാരെ മാത്രം കയറ്റി. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അത് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അവിടെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ നേതൃത്വങ്ങള്, അയാളൊക്കെ ആ സ്ഥാനത്തിരുന്ന അയാളൊക്കെ നമ്മുടെ ഡ്രൈവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാൾ എവിടം വരെ പോരാൻ അയാൾ തയ്യാറായിരുന്നു. അയാളൊക്കെയാണ് ഒഴിവാക്കിയത്. ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം എന്ത് കാര്യങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ശരി നമുക്ക് പോയി കാണേണ്ടത് MLA ഓഫീസിലാണ്. MLA പോയി കണ്ടാൽ മാത്രമേ നമുക്ക് വണ്ടി അകത്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ സഹായിക്കേണ്ടവരാണല്ലോ ഇവരല്ലേ? നിങ്ങൾ ടാങ്കർ ലോറി തൊഴിലാളിയാണ്, നിങ്ങളെ സഹായിക്കേണ്ടവരാണ് ഈ CIT-കാരല്ലേ? അതെ, ഞങ്ങൾ സഹായിക്കേണ്ട CIT-കാർ. പക്ഷെ അവരുടെ കാര്യങ്ങൾക്കാണ് പോകുന്നുള്ളൂ, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വരുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. തൊഴിലാളികളുടെ പ്രശ്നം മനസ്സിലാക്കാനാണല്ലോ യൂണിയൻ എന്ന് പറഞ്ഞത്. അതിനാണല്ലോ നമ്മൾ തൊഴിലാളികൾ അടിചേരുന്നത്. ഇവരുടെ ഈ കൊച്ചിയിലെ യൂണിയനിൽ കയറി കഴിഞ്ഞാൽ അവര് പറയുന്നത് കേൾക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ അവർ കേൾക്കൂല. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ
നേരെ കമ്പനിയുമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നത്തിന് ഞാൻ പരാതി കൊടുത്തിട്ട് ഈ മറ്റേ ഈ നിൽക്കുന്ന ബാബു ഇവരെല്ലാരും കൂടി ലേബർ ഓഫീസിൽ വിളിച്ച് പറയാം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അത് കോംപ്രമൈസ് ചെയ്ത് എവിടെ അവര് കൊടുത്ത പരാതിയല്ല, ഞങ്ങൾ കൊടുത്ത പരാതിയാണ്. ഇവർ അത്രയും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ കമ്പനിയുടെ കൂടെ നിന്ന് പൈസ മേടിച്ച ആൾക്കാരാണ് അവര്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ലേബർ ഓഫീസ് വിളിച്ചിട്ടാ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്ന്. അങ്ങനെയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ബോംബെയിലുള്ള നായരുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഞങ്ങളെ പ്രശ്നം പരിഹരിക്കുന്നത്. അവിടെ ഈ യൂണിയൻകാരെ ഞങ്ങൾക്ക് വലങ്ങുകാരി അയക്കുക. ഇവർ ഞങ്ങളുടെ പൈസ മേടിക്കാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഞങ്ങളുടെ പൈസ മേടിക്കുക, അതിന് അവർ ടൂറ് പോവാ, വേളാങ്കണ്ണി അവിടെ എവിടെയും ടൂറ് പോവാ. നമുക്കിതൊന്നും ചോദിക്കാൻ പറ്റില്ല സാറേ. ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ പുറത്താക്കും. ഇല്ലെങ്കിൽ അവിടെ കൊച്ചി കാണിക്കൂല. അവിടെ കുറച്ച് ആൾക്കാർ സിംഗിടികളുണ്ട് അവരിട്ട് പീഡിപ്പിക്കുക. തല്ലുകൊണ്ട നിരവധി പേരുണ്ട് അവിടെ നിന്ന്. നസീബ് നിലമ്പൂർക്കാരനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ നസീബ്. അതുപോലെ തന്നെ റിലയൻസ് വ്യക്തി ഇപ്പൊ പണി നിർത്തി ഇപ്പം ഖത്തറിൽ ജോലി ചെയ്യുക. ഞങ്ങളെല്ലാം ഇതിൽ ഇരയായ ആൾക്കാരാണ്. അപ്പൊ എന്താ വെച്ചാൽ ഞാനിതിൽ വരാൻ കാരണം വെച്ചാൽ ഇങ്ങനൊരു വിഷയം, ഞാനും ഒരു യൂണിയൻ നേതാവാണ്. ഞാൻ എന്റെ തൊഴിലാളികൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കേ ഞാൻ നിൽക്കുള്ളൂ, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാറില്ല. അതേപോലെ തന്നെ ഈ തൊഴിലാളികൾ അവിടെ നിൽക്കുന്ന ഇനിയുള്ള തൊഴിലാളികൾക്കെങ്കിലും, എനിക്ക് ഏതായാലും ഈ ഗതി വന്നു, ഇനിയുള്ള തൊഴിലാളികൾക്കെങ്കിലും ഇതുപോലത്തെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ നന്ദിയുണ്ട്. എന്തായാലും മുഹമ്മദ് റാഫി ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നിരവധി ഡ്രൈവർമാരാണ് CITU നേതാക്കന്മാരുടെ ഈ പീഡനത്തിന് ഇരയാവുന്നത്. ആർക്കും ശബ്ദമുയർത്താൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ഇവരോട് ഇടഞ്ഞു നിന്നാൽ അല്ലെങ്കിൽ തർക്കിച്ച് നിന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഇവിടെ നിന്ന് ലോഡ് എടുക്കാൻ കഴിയില്ല. ഈ CITU നേതാക്കന്മാർ പറയുന്നത് അനുസരിച്ച് മാത്രമേ ഇവിടെ ഈ കമ്പനി അധികൃതരും പ്രവർത്തിക്കുകയുള്ളൂ. കാരണം അവർക്കും പേടിയാണ്, ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കും തല്ല് കിട്ടും. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ CITU നേതാക്കന്മാരുടെ പ്രവർത്തനമൊക്കെ. എന്തായാലും ഇത് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. പലരും അവരുടെ ഉള്ളിൽ ഈ ഒരു അമർഷവും വേദനയും ഒക്കെ കടിച്ചമർത്തി തന്നെയാണ് ജോലി ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ ഒക്കെ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇതിലുള്ള അംഗങ്ങളാണ് ഇത്തരത്തിൽ CITU നേതാക്കന്മാരുടെ പീഡനത്തിന് ഇരയാവുന്നത്. എന്തായാലും മുഹമ്മദ് റാഫി പറഞ്ഞ കാര്യത്തിൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ സർക്കാർ തലത്തിലുമൊക്കെ പരാതി നൽകിയതാണ്. പരാതി നൽകിയിട്ടും യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് മുഹമ്മദ് റാഫി പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം മറുനാടനുമായി നടത്തിയത്. ഇനിയെങ്കിലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയെന്നും മുഹമ്മദ് റാഫി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കാണുന്ന പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി, താങ്കളിത് ശ്രദ്ധിക്കണം. എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. ഈ CITU നേതാക്കന്മാർക്ക് കടിഞ്ഞാണിടുകയും വേണം. കൊച്ചിയിൽ നിന്നും പ്രത്യുഷിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.